Okay, dears. So far we discussed about some of the topics in gaseous state, like the different laws, Boyle's law, Charles' law, etc., and the kinetic molecular model. Then the deviation from the ideal behavior, and we can see that the real gases that deviate from ideal gases. And we learn about different parameters like a collision diameter, collision cross section, collision number, collision frequency, etc. Okay, and in such cases we found that the real gases that deviate from ideal behavior, especially at high pressure and low temperature conditions, because during such conditions the two terms, that is the volume correction and intermolecular forces of attractions become active. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വോളിയം നെഗ്ലിജിബിളായെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനും നെഗ്ലിജിബിളായെന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും നെഗ്ലിജിബിൾ എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞത്. പക്ഷേ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ ഇത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ട്രൂ അണ്ടർ ദീസ് കണ്ടീഷൻസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. Later, J.D. van der Waals എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വി സ്മോൾ ലെറ്റർ എഴുതാം, വാണ്ടർ ദെൻ W ക്യാപിറ്റൽ, J.D. van der Waals. ഓക്കെ, ഇൻ 1873 modified the ideal gas equation. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV = nRT അല്ലേ? Modified the ideal gas equation, and the modified equation is applicable to the real gases also. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അത് ഒബേ ചെയ്യില്ല എന്ന് മനസ്സിലായി നമുക്ക്. ബട്ട് J.D. van der Waals modified that equation, and the new equation is applicable to real gases also. And he introduced two correction terms. രണ്ട് correction terms അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിനെ മോഡിഫൈ ചെയ്തത്. And the equation is P plus AN² by V² V minus NB = nRT. This is the equation. ശ്രദ്ധിക്കൂ, P plus AN² by V² V minus NB = nRT. This equation is called van der Waals equation for n moles of gas. n moles, ഏതൊരു ഗ്യാസ് n moles എടുക്കുകയാണെങ്കിൽ this is the van der Waals equation. P plus AN² by V² V minus NB = nRT. ഇനി നമുക്ക് ഫാക്ട് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് നോക്കി നോക്കാം. P means pressure. ഓക്കെ, V വോളിയമാണ്, n number of moles, R നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T temperature അല്ലേ. And we have two new components A and B, where A and B are called van der Waals constant. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റൻസ് ആണ് A and B. A and B are called van der Waals constant. ഇനി നോക്കൂ, PV = nRT ആണല്ലേ. ഈ P എന്നുള്ളിടത്ത് അദ്ദേഹം ഇങ്ങനൊരു Pനെ നമ്മൾ ഇങ്ങനെ എഴുതി, ആൻഡ് Vനെ ഇങ്ങനെ എഴുതി. അതായത് Pക്ക് ഒരു കറക്ഷൻ കൊടുത്തു, Vക്കും ഒരു കറക്ഷൻ കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്തത്. ആൻഡ് ദിസ് ഫാക്ടർ ഏതാണ്? നോക്കൂ, പ്രഷറിൻ്റെ കൂടെ ഒരു AN² by V² ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ AN² by V² ഈസ് കോൾഡ് ആസ് പ്രഷർ കറക്ഷൻ ടേം. പ്രഷേഴ്സിനൊരു കറക്ഷൻ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ Vൻ്റെ കൂടെ ഒരു മൈനസ് NB മൈനസ് ചെയ്തു. സോ NB ഈസ് കോൾഡ് ആസ് ദി വോളിയം കറക്ഷൻ ടേം. അപ്പോൾ രണ്ട് കറക്ഷൻ ടേം ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രഷർ കറക്ഷൻ ടേം AN² by V² ആൻഡ് വോളിയം കറക്ഷൻ ടേം NB. So this is van der Waals equation. What is that? P plus AN² by V² V minus NB = nRT for n moles of gas, where A and B are called van der Waals constant. AN² by V² is called pressure correction term. NB is termed as the volume correction term. And you know, this equation is applicable to real gases. അപ്പോൾ റിയൽ ഗ്യാസസിൻ്റെ കേസിൽ വരുമ്പോൾ ഇത് applicable ആണ്. കാരണം ആ വോളിയത്തിൻ്റെയും പ്രഷറിൻ്റെയും കറക്ഷൻ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് applicable to real gases also. ഓക്കെ, അപ്പോൾ A and B എന്ന് പറയുന്നത് van der Waals കോൺസ്റ്റൻറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ക്യാരക്ടേഴ്സ് ഓഫ് എ ഗ്യാസ്. ഓരോ ഗ്യാസിൻ്റെയും A and B വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ് A and B van der Waals കോൺസ്റ്റൻറ്റ്, ക്യാരക്ടേഴ്സ് ഓഫ് എ ഗ്യാസ്.
Now we want to study the derivation of van der Waals equation. ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഡെറിവേഷൻ ഓഫ് van der Waals equation. ഫസ്റ്റ് വി വാണ്ട് ടു ചെക്ക് ദ വോളിയം കറക്ഷൻ. എങ്ങനെ ഈ വി മൈനസ് എൻ ഡി വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് വോളിയം കറക്ഷൻ. ലെറ്റ് വി ബി ദ ടോട്ടൽ വോളിയം ഓഫ് 1 മോൾ ഗ്യാസ്. 1 മോൾ ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയത്തിനെ നമ്മൾ വി എന്ന് പറയുന്നു. ടോട്ടൽ വോളിയം ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, suppose and we assume that the molecules are point masses. ഒരു പോയിൻറ്റ് മാസ് ആയിട്ടാണ് നമ്മൾ കൈനറ്റിക് തിയറി പറഞ്ഞത്. മോളിക്യൂൾസ് ആർ പോയിൻറ്റ് മാസ് ആണ് അല്ലേ. അപ്പോൾ അവരുടെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞത്. സപ്പോസ് they are point masses that for their movement v volume is applicable. That is they can move അണ്ടർ ദിസ് വോളിയം. അവർക്ക് ഈ വി എന്നുള്ള വോളിയത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വലി നമുക്കറിയാം ദ മോളിക്യൂൾസ് ആർ നോട്ട് പോയിൻറ്റ് മാസസ് ആൻഡ് ഈച്ച് മോളിക്യൂൾസ് ഹാവിങ് പെർട്ടിക്കുലർ സൈസ് ആൻഡ് ഒക്കുപ്പൈസ് വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയം ഒക്കുപ്പൈസ്, അതായത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും വിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? അതായത് വി എന്നുള്ളതാണ് എല്ലാ മോളിക്യൂൾസിൻ്റെയും ടോട്ടൽ വോളിയം വി ആണ്. ഓക്കെ, നമ്മൾ പോയിൻ്റ് മാസമായിട്ടാണ് എല്ലാവരെയും കണക്കാക്കുന്നത് എങ്കിൽ ആ വി വോളിയം അവൈലബിൾ ആണ് അവരുടെ ഫ്രീ മൂവ്മെൻറ്റിന് അല്ലേ. എല്ലാവരും പോയിൻ്റ് മാസമാണ്, ആരും സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നില്ല എങ്കിൽ വി വോളിയത്തിൽ അവർക്ക് മൂവ്മെൻറ്റ് പോസിബിൾ. വി ഈസ് ദ വോളിയം ഈസ് ദ total volume available for free motion, but actually it is not true. കാരണം each molecule have definite shape, size and they occupy certain volume. അപ്പോൾ ഈ വി എന്നുള്ള വോളിയത്തിൽ ഓരോ മോളിക്യൂളും ഒരു സ്മോൾ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്, അവൈലബിൾ ആയിട്ട് വോളിയം, ഫ്രീ മൂവ്മെൻറ്റ് ഈസ് ലെസ് ദാൻ വി അല്ലേ. വിനേക്കാൾ കുറവായിരിക്കില്ലേ, കാരണം ഓരോരുത്തരും ഓരോ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്തത് കൊണ്ട് അവരുടെ ഫ്രീ മൂവ്മെൻറ്റിനുള്ള വോളിയം വി, അവരുടെ ഫ്രീ മൂവ്മെൻറ്റിനുള്ള വോളിയം എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ദ വി, വിയേക്കാൾ കുറവായിരിക്കും എന്ന് മനസ്സിലായോ? സോ ഏത് വോളിയം, ഐഡിയൽ വോളിയം അല്ലെങ്കിൽ ദ വോളിയം അവൈലബിൾ ഫോർ ഫ്രീ മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ഐഡിയൽ വോളിയം, ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ വി. വിയേക്കാൾ കുറവായിരിക്കും ഐഡിയൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വി വോളിയം ഉണ്ടെങ്കിൽ പോലും ആൻഡ് വി ഹാവ് ടു സബ്ട്രാക്ട് സം വോളിയം, കുറച്ച് വോളിയം നമ്മളതൊന്ന് മൈനസ് ചെയ്യണം. അത്രയേ ഉള്ളൂ ആക്ച്വലി അവൈലബിൾ ഫോർ ദെയർ ഫ്രീ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറയ്ക്കുന്നതൊരു ബി എന്ന് പറയുന്ന വോളിയത്തിനെ നമ്മളതൊന്നൊന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, സോ വി വാണ്ട് ടു സബ്ട്രാക്ട് എ വോളിയം, എ കറക്ഷൻ വോളിയം ബി ഫ്രം ദ ടോട്ടൽ വോളിയം ടു ഒബ്റ്റെയിൻ ദ കറക്റ്റഡ് വോളിയം. ദ കറക്റ്റഡ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ള വോളിയത്തിനെയാണ് നമ്മൾ കറക്റ്റഡ് വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ ഐഡിയൽ വോളിയം എന്നും കൂടി പറയാം. കറക്റ്റഡ് വോളിയം ഓർ ഐഡിയൽ വോളിയം അത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ വോളിയത്തിൽ നിന്ന് ബി കുറച്ചത്, വി മൈനസ് ബി. ദിസ് ഈസ് ദ കറക്റ്റഡ് വോളിയം. കാര്യം മനസ്സിലായോ? മൊത്തം വോളിയം വി ഉണ്ട് എങ്കിൽ പോലും അത്രയും വോളിയം അവൈലബിൾ അല്ല മോളിക്യൂളിന് ഫ്രീ മൂവ്മെൻറ്റ്. കാരണം ഓരോ മോളിക്യൂളും കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടല്ലോ. കൈനറ്റിക് തിയറി പറഞ്ഞത് അങ്ങനെ ഇല്ല എന്നാണ്, പക്ഷേ ആക്ച്വലി നമുക്കറിയാം എല്ലാ മോളിക്യൂളും കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം വി ആയിരിക്കില്ല. ഫോർ ഫ്രീ മൂവ്മെൻറ്റ് ഓർ ദ കറക്റ്റഡ് വോളിയം വിൽ ബി വി മൈനസ് ബി ആയിരിക്കും. വേർ ബി ഈസ് കോൾഡ് ആസ് ദി കോ വോളിയം എന്ന് പറയും. ബീനെ പറയുന്ന പേരാണ് കോ വോളിയം ഓർ എഫക്റ്റീവ് വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം എന്നുകൂടി പറയും. വേർ ബി ഈസ് കോൾഡ് ആസ് ദ കോ വോളിയം, എഫക്റ്റീവ് വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയത്തിൽ നിന്ന് നമ്മൾ ബി കുറച്ച്, ഇതാണ് വാൻ ഡെർ വാൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിനി പിന്നെ പറയും. വേർ ബി ഈസ് കോൾഡ് ദ കോ വോളിയം, എഫക്റ്റീവ് വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ബി ഈസ് അബൌട്ട് 4 times ദാറ്റ് ഓഫ് ദി വോളിയം ഓഫ് എ സിംഗിൾ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ വോളിയത്തിനേക്കാൾ 4 times ആണ് ബി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം, എങ്ങനെയാണ് ബി 4 times കിട്ടിയെന്നത്. സപ്പോസ് വി ഹാവ് 2 molecules ആൻഡ് ദേ ആർ ഇൻ ദ ക്ലോസസ്റ്റ് അപ്രോച്ച്. 2 molecules അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി ആർ ട്രീറ്റിംഗ് ദം ആസ് റിജിഡ് സ്പിയേഴ്സ്, റിജിഡ് ആയിട്ടുള്ള സ്പിയേഴ്സ് ആണ്. ഓക്കെ, ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് 1 molecule. അപ്പോൾ സെയിം ഗ്യാസ് തന്നെ ആകുമ്പോൾ സെയിം മോളിക്യൂൾ മറ്റേ ആൾക്കും 6 തന്നെ ആയിരിക്കും അല്ലേ. ആൻഡ് യു നോ ഡ്യൂറിങ് ദെയർ ക്ലോസസ്റ്റ് അപ്രോച്ച് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണെന്നാണ് പറയുക?
കൊളിഷൻ ക്രോസ് സെക്ഷൻ സിഗ്മ എന്ന് പറയും അല്ലേ, ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു 2r ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഡ്യൂറിങ് ദെയർ ക്ലോസസ്റ്റ് അപ്രോച്ച് the collision cross section is sigma is equal to 2r എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പം നമ്മൾ വോളിയം കറക്ഷനാണ് നോക്കുന്നത്. വി മൈനസ് ബി വരെ മനസ്സിലായില്ലേ? വേർ ബി ഈസ് കോൾഡ് കോ വോളിയം ഓർ എഫക്റ്റീവ് വോളിയം എന്ന് പറയും. ആൻഡ് ബി ഈസ് 4 times ദ വോളിയം ടോട്ടൽ വോളിയം ഓഫ് ഓൾ മോളിക്യൂൾസ്. എല്ലാ മോളിക്യൂൾസിനെയും ടോട്ടൽ വോളിയത്തിൻ്റെ 4 times ആണ് ബി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? കൺസിഡർ 2 molecules ഡ്യൂറിങ് ദെയർ ക്ലോസസ്റ്റ് അപ്രോച്ച്. വേർ സിഗ്മ എന്ന് പറയുന്നത് കൊളിഷൻ ക്രോസ് സെക്ഷൻ അല്ല കേട്ടോ, കൊളിഷൻ ഡയമീറ്റർ സിഗ്മ ഈസ് ഈക്വൽ ടു 2r ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ലെറ്റ് Vm be the volume of one molecule. Vm is the volume of one Vm be the volume of one molecule. ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്തായിരിക്കും അപ്പോൾ? 4/3 pi r cube. Vm is equal to 4/3 pi r cube ആയിരിക്കും. സോ വോളിയം ഓഫ് വൺ മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റ്. നോക്കൂ, ഈ ഒരു സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3, റേഡിയസ് ആറ് 4/3 pi r cube എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? r എന്ന് പറഞ്ഞാൽ എന്താണ്? sigma/2 അല്ലേ. നോക്കൂ, sigma2r ആയതുകൊണ്ട് r എന്ന് പറഞ്ഞാൽ sigma/2. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 4/3 pi sigma/2 all cube എന്ന് എഴുതി നമ്മൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇവിടെ 2 cube എന്ന് പറഞ്ഞാൽ 8 വരും, അത് കട്ട് ചെയ്യും. സോ യു വിൽ ഗെറ്റ് 1/6 എന്ന് വരും അല്ലേ. 1/6 pi sigma cube ഇത്രയാണ് കിട്ടുക. അതായത് ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/6 pi sigma cube എന്ന് മനസ്സിലായി. ഇനി നോക്കൂ മക്കളെ, ഇത് പെയർ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. കൺസിഡർ എ സ്പിയർ around this single molecule. അതായത് ഇതിൻ്റെ അടുത്ത് വേറൊരു മോളിക്യൂളുണ്ട്, ഇവിടെ വേറെ മോളിക്യൂളുണ്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? സിഗ്മ ആയിരിക്കും അല്ലേ. കൺസിഡർ ദിസ് സ്പിയർ ഹാവിങ് റേഡിയസ് സിഗ്മ. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഉള്ളിൽ, അതായത് ഇവിടെയൊക്കെ ഓരോ മോളിക്യൂൾ ഉണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഇവിടെയൊക്കെ ഓരോ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ വോളിയം ഒക്കെ നമ്മൾ മറ്റൊന്ന് മൈനസ് ചെയ്യേണ്ട. അപ്പോൾ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സ്ഫിയർ, അതായത് ഇത്തരം സിഗ്മ റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത്. അതായത് ഇത്രയും സ്പേസിൽ ആ മോളിക്യൂൾ, ഇവിടെയൊക്കെ നൈബേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളൊരു സിംഗിൾ ഒരാളെ എഴുതിയിട്ടുള്ളൂ, ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും വോളിയം നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം, ടോട്ടൽ വോളിയത്തിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു സ്ഫിയർ ആണ്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും അല്ലേ. സോ ഫോർ എ പെയർ ഓഫ് മോളിക്യൂൾസ് ദ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത്, ഒരു പെയർ ഓഫ് മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3 pi sigma cube ആണ് അല്ലേ. നോക്കൂ, സിഗ്മ അല്ല റേഡിയസ്. For a pair of molecule, the excluded volume is equal to 4/3 pi sigma cube ആണ്. അപ്പോൾ for a one molecule, ഇത് pair of moleculeൻ്റെ കേസിലാണ്. So for one molecule, the excluded volume is equal to 4/3 pi sigma cube ഡിവൈഡഡ് ബൈ 2. ഇത് 2 മോളിക്യൂളിൻ്റെയാണ്. അപ്പോൾ ഒരു മോളിക്യൂളിന് 4/3 pi sigma cube by 2. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോളിക്യൂൾ, ഇത് 2 മോളിക്യൂളിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പെർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 4/3 pi sigma cube by 2 എന്ന്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 4 × 3 2 ഉണ്ടല്ലേ, 1/6 pi sigma cube എന്ന് എഴുതിക്കൂടെ? അതിന് നമുക്ക് 4 × 1/6 pi sigma cube എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വൺ മോളിക്യൂളാണ്, Vm ആണ് അല്ലേ. അപ്പോൾ 4 × Vm എന്ന് കിട്ടി എക്സ്ക്ലൂഡഡ് വോളിയം. സോ എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോൾ, ഇതൊരു മോളിക്യൂളാണ്.
പെർ മോൾ എന്ന് പറഞ്ഞാൽ എല്ലാ മോളിക്യൂളിനെയും നമ്മൾ കൺസിഡർ ചെയ്യും. അതിന് എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു VM. എത്ര മോൾ? ഒരു മോളിൽ എത്ര നമ്പർ ഉണ്ട്? N0 ഉണ്ട് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു N0 VM എന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ B എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോളാണ് B എന്ന് പറയുന്നത്. സോ B ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു N0 VM എന്ന്. എന്താണ് N0 VM എന്ന് പറഞ്ഞു വെച്ചാൽ ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ വോളിയം VM, N0 പറയുന്നത് അത്രയും മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ B എന്താണെന്ന് മനസ്സിലായി? ഇറ്റ് ഈസ് 4 ടൈംസ് ദ ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂൾ ഇൻ 1 മോൾ. ഒരു മോളിലുള്ള ടോട്ടൽ വോളിയം ഓഫ് മോളിക്യൂളിൻ്റെ 4 ടൈംസ് ആണ് എക്സ്ക്ലൂഡഡ് വോളിയം. ഓക്കെ, ഇതൊന്ന് ഡിറൈവ് ചെയ്തു എന്നുള്ളൂ. നമ്മൾ വോളിയം കറക്ഷനാണ് നോക്കണത്. വാൻ ഡെർ വാൾ ഡിറൈവ് ചെയ്യാണ്. ആദ്യം വോളിയം കറക്ഷൻ നോക്കി. അപ്പോൾ V എന്ന് പറയുന്നത് മൊത്തം വോളിയമാണ്, മോളിക്യൂളുടെ വോളിയം അല്ല, മൊത്തം വോളിയം. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലായി മൊത്തം വോളിയത്തിൽ കുറച്ച് വോളിയം മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു കറക്ഷൻ ഫാക്ടർ B അപ്ലൈ ചെയ്തു. അതാണ് V മൈനസ് B, വേർ B ഈസ് ദ കോ വോളിയം ഓർ എഫക്റ്റീവ് വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം പെർ മോൾ. ഒരു മോളിലുള്ള കാര്യമാണ്. അത് 4 ടൈംസ് ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്തതാണ്. ആദ്യം 2 അടുത്തടുത്ത മോളിക്യൂൾ എടുത്തു. അപ്പോൾ ഒരാളുടെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ R³ ആണ്. ആറിനെ നമുക്കിങ്ങനെ (2) എന്ന് എഴുതാം. അങ്ങനെ ഇത് കിട്ടി. ദെൻ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ സറൗണ്ടിങ് ചുറ്റുഭാഗമുള്ള പ്രദേശമൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുമ്പോൾ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4/3 പൈ σ³ ആണ്. അതിൽ നിന്ന് ഒരു മോളിക്യൂൾ വരുമ്പോൾ (2) കൊടുത്തു. അങ്ങനെ നമുക്ക് മനസ്സിലായി എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയുന്നത് 4 ടൈംസ് ദാറ്റ് ഓഫ് ദ ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം കറക്ഷൻ, വോളിയം വന്നു V മൈനസ് B എന്ന് വന്നു. എന്തുകൊണ്ട് -B വന്നു മനസ്സിലായില്ലേ? വോളിയം കറക്ഷൻ V മൈനസ് B ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം കറക്ഷൻ കണ്ടുപിടിച്ചു. V മൈനസ് B എന്ന് വരും. വേർ B എന്ന് പറയുന്നത് കോ വോളിയം ഓർ എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളതിനെ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി 4 ടൈംസ് ദാറ്റ് ഓഫ് ദി ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ മോളിക്യൂളാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രഷർ കറക്ഷൻ എന്താണ് പ്രഷർ കറക്ഷൻ എന്ന് നോക്കി നോക്കാം. നമുക്ക് പ്രഷർ കറക്ഷൻ പറയുന്നതിന് കാരണം ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട് എന്ന് പറയുന്നു. സോ ഫോർ റിയൽ ഗ്യാസസ് അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ദർ ഈസ് നോ മോളിക്കുലർ ഫോഴ്സസ് ഇൻ്റർമോളിക്കുലർ, ബട്ട് ഫോർ റിയൽ ഗ്യാസസ് ദർ ഈസ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, വി ഹാവ് സം മോളിക്യൂൾസ് ഇൻ എ വെസൽ. ഒരു വെസലിൽ മോളിക്യൂൾസ് ഉണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഇതാണ് ഇൻറ്റീരിയറിലുള്ള ഒരു മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും സെയിം മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. സോ അവരെല്ലാവരും പരസ്പരം അട്രാക്റ്റ് ചെയ്യും അല്ലേ. നോക്കൂ, so in the case of a molecule in the inner side that will experience an attractive force from all around it. എല്ലാ സ്ഥലത്തുനിന്നും എന്നൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പം നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ താഴേക്ക് വേറൊന്ന് വലിക്കും അല്ലേ, ഇവിടേക്ക് വലിക്കുമ്പോൾ അവിടേക്കും വലിക്കും. അപ്പോൾ മൊത്തം അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് പറയും, അതായത് റിസൾട്ടൻ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദിസ് മോളിക്യൂൾ ഈസ് 0 ആയിരിക്കും. കാരണം എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെയുള്ള അട്രാക്ഷൻ ഉള്ളത് കാരണം അതിൻ്റെ നെറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇവിടെ നിൽക്കുന്നൊരു മോളിക്യൂള്. ഇനി എന്താ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂള് നമ്മളുടെ കണ്ടെയ്നറിൻ്റെ വോളിൽ ചെന്നിടിക്കുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ്, എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ മോളിക്യൂൾ ഇങ്ങോട്ടേക്ക് ചെല്ലുകയാണ്, അത് ഇവിടെ ചെന്ന് ഇടിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടേക്കുണ്ട്, ഇവിടെയൊക്കെ മോളിക്യൂളുണ്ട്. ബട്ട് ദർ ഈസ് നോ മോളിക്യൂൾസ്, ഇവിടെ മോളിക്യൂൾസ് ഇല്ല അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ മോളിക്യൂള് ഒരു വോളിൽ ചെന്ന് ഇടിക്കുന്ന സമയത്ത് ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ഫോഴ്സ്. കാരണം പിന്നിലേക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, കാരണം ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ആരുമില്ല. സോ ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ഇൻവേർഡ് ഫോഴ്സ്. ദാറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ ഇൻവേർഡ് ഫോഴ്സ് ദ ബാക്ക് സൈഡിലൊരു ഇൻവേർഡ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു വെലോസിറ്റിയിൽ പോയി ഇവിടെ ഇടിക്കുന്ന സമയത്ത് ഈ ഫോഴ്സ് കാരണം ആ ഇടിയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറയുമല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കുറച്ച് കുറയും. നമ്മൾ ചിന്തിക്കുന്ന പ്രഷറിൻ്റെ അത്ര വരില്ല, കാരണം ഈ ഒരു ഫോഴ്സ് ഉണ്ടായത് കാരണം, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ഐഡിയൽ ഗ്യാസസ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമില്ല, അത് നേരെ പോയി ഇടിക്കുന്ന കാര്യം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ റിയൽ ഗ്യാസസിൽ മോളിക്യൂൾസ് ആർ അട്രാക്റ്റിംഗ് ഈച്ച് അതർ. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ.
അപ്പം നമ്മൾ പ്രഷർ കറക്ഷനാണ് പറയുന്നത്. അപ്പോൾ പ്രഷർ കറക്ഷൻ പറയുമ്പോഴാണ് നമ്മൾ ആ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിലുള്ളൊരു മോളിക്യൂൾ പ്രശ്നമില്ല. ഇത് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത്, വാൾസിലിരിക്കുന്ന സമയത്ത്, ദാറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ ഇൻവേർഡ് പുൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോളിക്യൂൾസ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങോട്ടൊരു ഇൻവേർഡ് പുൾ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ഓടിച്ചെന്ന് ഇടിക്കാൻ സമയത്ത് പിന്നിലേക്കൊരു വലി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ആ വെലോസിറ്റി കുറയില്ല. ഒരു ലോവർ വെലോസിറ്റിയിലാണ് അത് പോയിട്ട് ആ വാളിൽ ഇടിക്കുന്നത്, ലോവർ വെലോസിറ്റി. അപ്പോൾ നോക്കൂ, അപ്പോൾ അത്ര പ്രഷർ ഉണ്ടാവില്ല അല്ലേ? ഫോഴ്സ് കുറയില്ലേ? വെലോസിറ്റി കുറയുമ്പോൾ ഫോഴ്സ് കുറയും, അപ്പോൾ ഉണ്ടാവുന്ന പ്രഷറും കുറയും. സോ സപ്പോസ് പി, ക്യാപിറ്റൽ പി ഈസ് ദ വോളിയം എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ റിയൽ മോളിക്യൂൾ. ഓക്കെ, അത് എന്ന് പറയുന്നത് ഐഡിയൽ പ്രഷറിനേക്കാൾ കുറവായിരിക്കും അല്ലേ? ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, എല്ലായിടത്തും പോയി ഇടിക്കും, അപ്പോൾ പ്രഷർ കൂടുതലായിരിക്കും. പക്ഷേ റിയൽ ഗ്യാസസിൻ്റെ കേസിൽ ആ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പി ഈസ് ലെസ് ദാൻ ദി ഐഡിയൽ പ്രഷർ. സോ വാട്ട് ഈസ് ഐഡിയൽ പ്രഷർ? എന്തായിരിക്കും? ഐഡിയൽ പ്രഷർ അല്ലെങ്കിൽ കറക്റ്റഡ് പ്രഷർ, കറക്റ്റഡ് ഓർ ഐഡിയൽ പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റിയൽ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു കറക്ഷൻ ടേം ആഡ് സ്മോൾ പി ആഡ് ചെയ്തു. ഈ പി എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ, റിയൽ ഗ്യാസസിൻ്റെ പ്രഷർ. ഓക്കെ, ഐഡിയൽ പ്രഷർ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഐഡിയൽ പ്രഷർ എന്തായിരിക്കണം? ഈ ഉള്ള പ്രഷറിനോട് കൂടിയിട്ട് ഒരു കറക്ഷൻ, ഒരു പ്രഷർ കറക്ഷൻ ടേം ആഡ് ചെയ്തു, സ്മോൾ പി എന്ന് പറയുന്നു, ആഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഇൻറ്റേർണൽ പ്രഷർ എന്നാണ് പറയുക. ആ സ്മോൾ പിയെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ പ്രഷർ. കാര്യം മനസ്സിലായോ മക്കളെ? റിയൽ ഗ്യാസസിൻ്റെ കേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും ഐഡിയൽ ഗ്യാസിനേക്കാൾ. കാരണം ഐഡിയൽ ഗ്യാസസിൽ അട്രാക്ഷൻ ഒന്നുമില്ല. റിയൽ ഗ്യാസസിൽ ഈ അട്രാക്ഷൻ കാരണം ലോവർ വെലോസിറ്റിയിലാണ് അവിടെ പോയിട്ട് ഇടിക്കുള്ളൂ, അപ്പോൾ പ്രഷറും കുറവായിരിക്കും. അപ്പോൾ ഐഡിയൽ പ്രഷർ അല്ലെങ്കിൽ കറക്റ്റഡ് പ്രഷർ എന്ന് പറയുന്നത് പി പ്ലസ് പി ആയിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള പ്രഷറിനോട് കൂടി ഒരു ഫാക്ടർ ആഡ് ചെയ്യേണ്ടി വന്നു. ആ കറക്ഷൻ ഫാക്ടറിനെ പറയുന്ന പേരാണ് പ്രഷർ കറക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രഷർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഇൻറ്റേർണൽ പ്രഷർ അല്ലെങ്കിൽ കറക്ഷൻ ടേം എന്താണെന്ന് നോക്കാം. ലെറ്റ് റോ ബി ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ഗ്യാസ്, അതാണ് നമ്പർ ഡെൻസിറ്റി. റോ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ റോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് എന്തായിരിക്കും? നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് ഇസ് ഈക്വൽ ടു റോ ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് പ്രൊപ്പോർഷണൽ ടു റോ ആണെന്ന് പറയാമല്ലോ. റോ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസും റോ ആയിരിക്കും. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ഓൺ ദ സർഫസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ഓൺ ദ സർഫസ് എന്തായിരിക്കും? റോ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ റോ മോളിക്യൂൾസും സർഫസിൽ പോയി സ്ട്രൈക്ക് ചെയ്യില്ലേ, അതും പ്രൊപ്പോർഷണൽ ടു റോ ആയിരിക്കും. സോ ലെറ്റ് റോ ബി ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് മനസ്സിലായോ? സോ നമ്പർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് പ്രൊപ്പോർഷണൽ ടു റോ ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്ട്രൈക്കിംഗ് ഓൺ ദ സർഫസും പ്രൊപ്പോർഷണൽ ടു റോ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ദാറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ കറക്ഷൻ, ആ പി സ്മോൾ പി ഈസ് പ്രൊപ്പോർഷണൽ ടു റോ സ്ക്വയേർഡ് എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഈ പ്രഷർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ രണ്ട് ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ സ്മോൾ പി ഈസ് പ്രൊപ്പോർഷണൽ ടു റോ സ്ക്വയേർഡ് എന്ന് പറയാം. റോ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമുക്കറിയാം റോ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v ആണ് അല്ലേ? വോളിയം റോ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ കറക്ഷൻ ടേം പി ഈസ് പ്രൊപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം? പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v സ്ക്വയേർഡ് എന്ന് പറയാം അല്ലേ? പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v സ്ക്വയേർഡ് എന്ന് വന്നു. അതിൽ നിന്ന് നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ മാറ്റാം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ മാറ്റുമ്പോൾ എന്താ നമുക്ക് വരാൻ പറ്റും? എങ്ങനെ എഴുതാം? നമുക്ക് പി ഈസ് ഈക്വൽ ടു a/v സ്ക്വയേർഡ് എന്ന് എഴുതാം അല്ലേ? കാരണം ഇവിടെ പ്രൊപ്പോർഷൻ പി, ആ കറക്ഷൻ ടേം പി ഈസ് ഈക്വൽ ടു a/v സ്ക്വയേർഡ്. അപ്പോൾ ടോട്ടൽ പ്രഷർ, അതായത് ഐഡിയൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ കറക്റ്റഡ് ടോട്ടൽ പ്രഷർ, അതായത് എക്സേർട്ട് ചെയ്യുന്ന റിയൽ ഗ്യാസസിൻ്റെ പ്രഷറിനോട് കൂടി നമ്മളൊരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്തു. a/v സ്ക്വയർ ഈസ് പി. ഈ പി എന്ന് പറയുന്നത് a/v സ്ക്വയർ. മനസ്സിലായോ? ഇവിടെ നമ്മൾ കറക്റ്റഡ് വോളിയം v/v - v കിട്ടി. വോളിയം കറക്ഷൻ ഇത്ര കിട്ടി.
ആൻഡ് പ്രഷർ കറക്ഷൻ P + A/V² എന്ന് നമുക്ക് കിട്ടി. സോ നമ്മൾ വോളിയം കറക്ഷൻ കണ്ടു, പ്രഷർ കറക്ഷൻ. സോ വാട്ട് ഈസ് ദ മോഡിഫൈഡ് ഇക്വേഷൻ? സോ വി ആർ റൈറ്റിംഗ് ദ മോഡിഫൈഡ് ഇക്വേഷൻ ഫോർ 1 mole ഗ്യാസ്. ഒരു മോൾ ഗ്യാസിനുള്ള മോഡിഫൈഡ് ഇക്വേഷനാണ് റെപ്രസെൻ്റ്. അപ്പോൾ ആദ്യം പ്രഷർ കറക്ഷൻ P + A/V². പ്രഷർ കറക്ഷൻ ചെയ്തു. ദെൻ വോളിയം കറക്ഷൻ V - B = RT. This is for 1 mole of gas. Now we have the van der Waals equation for n mole of gas. എങ്ങനെ എഴുതാം? For n moles of gas എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം? For n moles of gas, the excluded volume B is proportional to proportional to NB എന്ന് എഴുതാം അല്ലേ? That is the excluded volume is proportional to NB for n molecules, and the pressure correction term P is proportional to n rho squared, n squared rho squared എന്ന് എഴുതാം. കാരണം P is proportional to rho squared എന്നായിരുന്നില്ല. അപ്പോൾ for n moles of n squared rho squared എന്ന് കിട്ടി. That is proportional to n squared 1/V² is equal to A n squared by V² equal to എടുത്ത് കൊടുത്തു അല്ലേ? സോ ദ മോഡിഫൈഡ് ഇക്വേഷൻ ഈസ് P + സ്മോൾ p ആണ് ഇത് A n squared by V². പ്രഷർ കറക്ഷൻ എഴുതി, വോളിയം കറക്ഷൻ V - NB, B എന്നുള്ളിടത്ത് നമ്മൾ NB എഴുതി. ഇക്വൽ ടു ഫോർ 1 mole n മോൾസിന് nRT. സോ നമ്മൾ van der Waals ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. P + AN² by V², V - NB is equal to nRT എന്ന് ഡിറൈവ് ചെയ്തു. Where A and B are called as van der Waals constant characteristics of a gas. കാര്യം മനസ്സിലായോ മക്കളെ? ആദ്യം വോളിയം കറക്ഷൻ ചെയ്തു, പിന്നെ നമ്മൾ പ്രഷർ കറക്ഷൻ ചെയ്തു. അത് 1 mole ഗ്യാസിൻ്റെ ആയിരുന്നു. ഫോർ n mole n ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ n² വരും എന്ന് ആലോചിക്കണം. കാരണം പ്രഷർ n² ആയിരിക്കും. നമ്പറിൻ്റെ സ്ക്വയർ ആകുമ്പോൾ മോളിൻ്റെയും സ്ക്വയർ വരും. So P + AN² by V², V - NB is equal to nRT. This is van der Waals equation. So today we started van der Waals equation of state. We have the equation PV = nRT, that is for ideal gases. Real gases will not obey that equation under all conditions of temperature and pressure. Later J.D. van der Waals in 1873 modified that equation. He introduced 2 correction terms, pressure correction term and volume correction term, and the equation is P + AN² by V², V - NB is equal to nRT for n moles of gas. Okay, and this is called as the pressure correction term, and this is the volume correction term. Next, the derivation. First we introduce the volume correction. Let V is the total volume, and let the molecules are point charges. V be the volume that can be used by the molecule for free movement. But actually the molecules are not point masses. They have certain sizes and they will occupy volume. So the total volume occupied for the volume available for free movement must be less than V. So we need a correction factor B. So the corrected volume or ideal volume must be V - B. And it is found that B is co-volume or effective volume or excluded volume, and it is found to be 4 times that of the total volume occupied by the molecule. And it is like this. Suppose 2 molecules are here, one having radius r, so and this is the collision diameter is equal to 2r. For 1 molecule volume is equal to 4/3 pi r cube, so you will get 1/6 pi sigma cube. And consider 2 pair of molecules, and we can construct a sphere having radius sigma, collision diameter, and that volume is considered as excluded volume. For that such sphere 4/3 pi sigma cube. So for 1 molecule by 2 we introduce by 2, so 4 into Vm. So for per molecule 4 into N0Vm. That is found that the excluded volume is 4 times that of the total volume of molecule. And next we learn about the pressure correction. So for if the molecule is real, if the molecule is ideal, there is no force of attraction. For real molecule there are force of attraction between the molecules. In the inner sides they will experience force of attraction all the sides, and the total resultant force of interaction is 0. But when the molecule approaches towards the walls of the container, it will experience an inward pull due to the presence of molecules on back side.
So what will happen? Its velocity will decrease because of this inward pull, and the force exerted on the wall will decrease. That means in the case of real gases, the experienced pressure will be less than the ideal pressure. So P be the volume of ideal gas, pressure experienced by the ideal gas. So corrected or ideal pressure must be P plus P. We introduce an internal pressure term, P correction term. So the next task is to find the value of P. For that, we have taken rho as the number of molecules per molecule, number of molecules per mole. Okay, so number of attractive forces will be proportional to rho, and number of molecules striking on the surface will be proportional to rho. So the internal pressure is proportional to internal pressure എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. സോ പ്രൊപ്പോർഷണൽ ടു റോ സ്ക്വയർ കിട്ടി. നമുക്കറിയാം റോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. വി കൂടുമ്പോൾ റോ കുറയും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? പി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v സ്ക്വയർ, പി ഈസ് ഈക്വൽ ടു a/v സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പിയോട് കൂടി നമ്മൾ a/v സ്ക്വയർ കൂടി ആഡ് ചെയ്തു. അപ്പോൾ വോളിയവും കറക്റ്റ് ചെയ്തു, പ്രഷറും കറക്റ്റ് ചെയ്തു. സോ മോഡിഫൈഡ് ഇക്വേഷൻ ഫോർ 1 മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P plus a/v squared, v minus p equal to RT എന്ന് എഴുതാം. For n molecules we can write P plus a n squared by v squared, v minus nb is equal to nRT. Okay.